ഗുഡ് മോർണിംഗ്. ഇൻവെൻട്രി ഓർ മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്സിൽ നമ്മൾ ഇന്ന് മെറ്റീരിയൽ ഓർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ് പഠിക്കാൻ പോകുന്നത്. മെറ്റീരിയൽ ഓർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ടു ദി ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അതായത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡും ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതായത് നമ്മൾ ഈ സ്റ്റോക്ക് എത്ര തവണ ഉപയോഗിച്ചു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ റോ മെറ്റീരിയൽസ് ഹാവ് ബീൻ കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ റോ മെറ്റീരിയൽസ് എത്ര തവണ ഉപയോഗിച്ചു ടൈംസിലാണ് നമ്മൾ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അതിൻ്റെ ഇക്വേഷൻ. ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഇനി മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സിൽ നമുക്ക് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 365 ഡിവൈഡഡ് ബൈ റേഷ്യോ, എത്രയാണോ റേഷ്യോ കിട്ടിയിട്ടുള്ളത് അത് ചെയ്യാം. അങ്ങനെ ഡേയ്സിലും മന്തിലും അത് 12 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മന്തിലും നമുക്ക് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടേൺ ഓവർ റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ മെറ്റീരിയൽസ് ആർ ഫാസ്റ്റ് മൂവിങ് ആണ്. അതേപോലെ തന്നെ ഒബ്സൊലസൻസ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ലോ ലെവലിലാണ്. ബിസിനസ് കുറച്ചും കൂടി ഫാസ്റ്റ് ഗ്രോയിങ് ആണെന്ന് പറയാം. അപ്പോൾ ഇനി മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോയിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഓഫ് 2 items ആൻഡ് മേക്ക് യുവർ കമൻറ്റ്സ് ഓൺ ദം. ഫസ്റ്റ് മെറ്റീരിയൽ എ തന്നിട്ടുണ്ട്, മെറ്റീരിയൽ ബി ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, മെറ്റീരിയൽ ബി 36,000. പർച്ചേസസ് ഡ്യൂറിങ് ദ ഇയർ 2,08,000, 1,08,000. ക്ലോസിംഗ് സ്റ്റോക്ക് 24,000. മെറ്റീരിയൽ ബിയിൽ 48,000. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ എന്താണ് ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇക്വേഷൻ നമ്മൾ സാധാരണ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അങ്ങനെയാണ് ഇക്വേഷൻ. ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസും കൂടി ആഡ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല. എയുടെയും ബിയുടെയും ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 40, 36. പർച്ചേസസ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു 2,08,000, 1,08,000. അപ്പോൾ 2,48,000 കിട്ടും. അതേപോലെ തന്നെ ബിക്ക് 1,44,000 കിട്ടും. അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് രണ്ട് പാർട്ടിൻ്റെയും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി. ഇനി ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കാണുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് 40,000 പ്ലസ് 24,000 ഡിവൈഡഡ് ബൈ 2, 36,000 പ്ലസ് 48,000 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് എക്ക് 32,000ഉം ബിക്ക് 42,000ഉം കിട്ടി. ഇനി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ എയുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് 2,24,000 ആണ്. മെറ്റീരിയൽ ബിയുടെ 96,000 ആണ്. ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ മെറ്റീരിയൽ എ 2,24,000 ഡിവൈഡഡ് ബൈ 32,000 ഈക്വൽ 7 ടൈംസ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 7 ടൈംസ് കിട്ടും. മെറ്റീരിയൽ ബി 96,000 ഡിവൈഡഡ് ബൈ 42,000 ഈക്വൽ 2.3 ടൈംസ്. ടേൺ ഓവർ റേഷ്യോ 2.3 കിട്ടി. ഇനി അത് ഇയർലി, അതായത് നമ്മളത് കൺവേർട്ട് ചെയ്യാണ് ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 365 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ 52 ഡേയ്സ്. ഒരു ഇയർലി 7 തവണയാണ് നമ്മൾ ആ സ്റ്റോക്ക് എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. 52 ദിവസം കൂടുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോക്ക് എടുത്ത് ഉപയോഗിക്കും. 365 ഡിവൈഡ് ബൈ 2.3 ആകുമ്പോൾ 159 ദിവസം കൂടുമ്പോൾ നമ്മളത് സ്റ്റോക്ക് എടുത്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ എ ഈസ് ഫാസ്റ്റ് മൂവിങ് ബിക്കോസ് ഇറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ. 7 ആണ് എയുടെ ടേൺ ഓവർ റേഷ്യോ, അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ എ ഫാസ്റ്റ് മൂവിങ് ആണ്. മെറ്റീരിയൽ എ ഈസ് ലൈയിങ് ഇൻ
ലൈങ് ഇൻ സ്റ്റോക്ക് ഫോർ 52 ഡേയ്സ് ഓൺലി. മെറ്റീരിയൽ എ 52 ദിവസം മാത്രമേ സ്റ്റോക്കായിട്ടിരിക്കുന്നുള്ളൂ. ആസ് കമ്പയർഡ് ടു മെറ്റീരിയൽ എ, മെറ്റീരിയൽ ബി ഈസ് സ്ലോ മൂവിങ്. മെറ്റീരിയൽ ബി എങ്ങനെയാണ്? സ്ലോ മൂവിങ് ആണ്. ടേൺ ഓവർ റേഷ്യോ ഓഫ് മെറ്റീരിയൽ ബി ഈസ് ലോവർ. ടേൺ ഓവർ റേഷ്യോ വളരെ കുറവാണ്. ഇറ്റ് ഈസ് ലൈങ് ഇൻ സ്റ്റോക്ക് ഫോർ എ ലോങ്ങർ പീരീഡ്. 159 ദിവസം മെറ്റീരിയൽ ബി എന്തായിട്ടിരിക്കുന്നുണ്ട്? സ്റ്റോക്കായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം. ഇത്രയുള്ള ഈ ഇക്വേഷൻസിൽ അത് അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽസ്. അപ്പോൾ പല ടൈപ്പിൽ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂസ്, പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസ് നോക്കുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി കോസ്റ്റ് പ്രൈസ് ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. അതിൽ ടോട്ടൽ 6 മെത്തേഡ്സാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിഫോ, ബേസ് സ്റ്റോക്ക്, സ്പെസിഫിക് പ്രൈസ്, ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഹിഫോ, നെക്സ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നിഫോ. ഇത്രയും കോസ്റ്റ് പ്രൈസിലുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്സ് ആണ്. സെക്കൻഡ് ആവറേജ് പ്രൈസ് ഓർ ആവറേജ് കോസ്റ്റ് മെത്തേഡ്സ്. സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, പീരിയോഡിക് സിമ്പിൾ ആവറേജ്, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ്, മൂവിങ് സിമ്പിൾ ആവറേജ്, മൂവിങ് വെയ്റ്റഡ് ആവറേജ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് നോഷണൽ പ്രൈസ് മെത്തേഡ്സ്. സ്റ്റാൻഡേർഡ് പ്രൈസ്, ഇൻഫ്ലേറ്റഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, റീഷ്യൂ പ്രൈസ്. ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും 3 കാറ്റഗറി ആയിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് മെത്തേഡ്സിൻ്റെ പ്രോബ്ലം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, സിമ്പിൾ ആവറേജ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ്. ബാക്കിയുള്ള മെത്തേഡ്സ് ഒന്നും നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് അല്ലെങ്കിൽ ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. ഫിഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോർ. സ്റ്റോറിലേക്ക് മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്ന ഓർഡറിൽ തന്നെ ഇഷ്യൂ. ആദ്യം കിട്ടിയത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ആദ്യം റിസീവ് ചെയ്തത് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. ആദ്യത്തെ ആ ലോട്ട് അല്ലെങ്കിൽ ആദ്യം വന്നിട്ടുള്ള ആ ബാച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സെക്കൻഡ് ബാച്ച് കൊടുക്കുള്ളൂ. സെക്കൻഡ് ബാച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തേർഡ് ബാച്ചൊക്കെ കൊടുക്കുള്ളൂ. ഓർഡറിലാണ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി വാല്യൂഡ് അറ്റ് ദ ലേറ്റസ്റ്റ് പ്രൈസ്. ക്ലോസിംഗ് സ്റ്റോക്ക് ലേറ്റസ്റ്റ് പ്രൈസിലാണ് വാല്യൂ ചെയ്യുക. ഇതിനെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും കൂടി പറയുന്നുണ്ട്. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഇനി ഫിഫോ ലിഫോ അഡ്വാൻറ്റേജസ് ഉണ്ട്. സിമ്പിൾ ആൻഡ് ഈസി ടു സിമ്പിളാണ്, ലോജിക്കലാണ്, കുറച്ചും കൂടി മെറ്റീരിയൽസ് ആർ ഇഷ്യൂ. അതായത് ആദ്യം ഇഷ്യൂ ചെയ്തത് ആദ്യം വന്നത് ആദ്യം കൊടുക്കുക പറഞ്ഞാൽ കുറച്ച് ലോജിക്കൽ തിങ്കിങ് ആണല്ലോ. മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത് ആക്ച്വൽ കോസ്റ്റിലാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിൽ, അതായത് അപ്പോൾ നിലവിലുള്ള പ്രൈസിലാണ് വാല്യൂ ചെയ്യുക. വില കുറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാതെ ബിസിനസ്സിനെ ബാധിക്കില്ല. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ക്ലറിക്കൽ എറേഴ്സിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെന്താ? ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷന് അനുസരിച്ചുള്ളതായിരിക്കണം എന്നില്ല. കമ്പാരിസൺ, പല ജോബിന് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിസൺ ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ ദിസ് മെത്തേഡ് ഈസ് അൺസ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്. വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഈ മെത്തേഡ് നമുക്ക്, അതായത് നമ്മൾ വില കൂടി ഫസ്റ്റിൽ വാങ്ങിച്ച് വെച്ചതിന് വില കുറവും ഇപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ വില കൂടുതലൊക്കെ ആണെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും. പ്രൈസിൽ നല്ല ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മേടിച്ച് വെച്ചതാണ് ഇപ്പോൾ കൊടുക്കുന്നത്, അല്ലാതെ ഇപ്പോൾ മേടിച്ച് വെച്ചതല്ല കൊടുക്കുക. ദ പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ റിട്ടേൺസ് ഈസ് ഡിഫിക്കൾട്ട്. നമുക്ക് എന്ത് ചെയ്യാം? വില നമ്മളുടെ തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത്, നമ്മൾ കൊടുത്ത വില തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് മാറും. അല്ലെങ്കിൽ തുടക്കത്തിൽ വാങ്ങിക്കുമ്പോൾ നല്ല വില ഉള്ളതാണ്, ഇപ്പോൾ വില കുറവൊക്കെ ആണെങ്കിൽ നമുക്കത് ഈ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന് വില കുറവായി, അപ്പോൾ നമുക്കതിൽ നിന്നുള്ള റിട്ടേൺ കുറവായിട്ടാണ് കിട്ടുക. ഇത്രയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൻ്റെ തിയറി പറയാനുള്ളത്. ഇനി ഇതിൽ നമുക്ക് പ്രോബ്ലം പഠിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.